തുരങ്കപാതയൊന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് വരാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തിയിട്ടുണ്ട്. തുരങ്കപാതയുടെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരിക്കുന്നു. വയനാടുകാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്ന ഇരട്ട തുരങ്കപാത, അതാണ് ഈ നിർമ്മാണ ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആനക്കാംപൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഈ പാത വരുന്നതോടുകൂടി യാത്രാ ദുരിതത്തിന്, യാത്രാ ക്ലേശത്തിന് എത്രത്തോളം പരിഹാരമാകും എന്നത് ഇതിനകം തന്നെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. വയനാടിന്റെ സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമായി മാറുന്നത്. ആ സ്വപ്ന പദ്ധതി നാടിനായി നിർമ്മാണം തുടങ്ങുന്നതിനായിട്ടുള്ള പച്ചക്കൊടി വീശാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ എത്തിയിരിക്കുകയാണ്. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകാൻ പോകുന്നു. വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തുന്നു. ശിലാഫലകത്തിന്റെ അനാച്ഛാദനം. ഓണക്കാലത്ത് വയനാടിന് നൽകുന്ന ഒരു ഓണ സമ്മാനമായി മാറുകയാണ് വയനാടിന്റെ സ്വപ്ന പദ്ധതി. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കാൻ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്നു. ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ഇനി പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത്, ആ പ്രതീക്ഷകൾ, അതാണ് ഇനി കേൾക്കേണ്ടത്. ഇരട്ട തുരങ്കപാത 4 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ കമൻസ്മെന്റ്, അതാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത്. കൈകൂപ്പിയും കൈവീശിയും എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രിയമുള്ളത്, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ ഈ വലിയ നേട്ടങ്ങൾ നമ്മൾ ചെയ്യുന്നത് ജനങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ള താല്പര്യം കൊണ്ടാണ്. കേരളം ഇന്നത്തെ കേരളം അല്ല നാളെ വേണ്ടത്. വരുന്ന നാടുകളിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട, നമ്മുടെ പൂർവികർ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തതുപോലെ ഭാവിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. വലിയ മാറ്റം ഉണ്ടാവുന്ന നമ്മുടെ ലോകത്ത് കേരളത്തെയും ഏറ്റവും നവീനമായി, നവകേരളമായി സൃഷ്ടിക്കാൻ എല്ലാ ആധുനിക സൗകര്യങ്ങളും, സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട സാമൂഹ്യക്ഷേമ സൗകര്യങ്ങളും, എല്ലാവരെയും കരുതുന്ന നിലപാടുകളും വേണം. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഓണത്തിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓണത്തിന് എല്ലാവർക്കും സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യാനാണ് സർക്കാർ ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ 3ഉം 4ഉം തീയതികളിൽ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, GST കൗൺസിൽ. അതുകൂടെ പറയാതെ ഞാൻ നിർത്തുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു. അവിടെ കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച വലിയ മാറ്റങ്ങൾ ടാക്സ് സംവിധാനത്തിൽ വരുമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ചർച്ച ചെയ്യേണ്ടത് GST കൗൺസിലാണ്. പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിച്ചു, ആയിക്കോട്ടെ, കാരണം യൂണിയന്റെ പ്രപ്പോസലാണ്. ഞങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചപ്പോൾ സംസ്ഥാനങ്ങൾക്ക്, കേരളത്തിന് മാത്രം 8,000-10,000 കോടി രൂപ ഒരു വർഷം നഷ്ടം വരും. സാധാരണക്കാർക്ക് നികുതി കുറച്ചു കൊടുക്കുന്നതിന് നമുക്കെല്ലാം സന്തോഷം, അതിനൊന്നും താല്പര്യക്കുറവില്ല. പക്ഷേ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയുന്നതിന് എന്താണ് ബദൽ മാർഗം? സംസ്ഥാനങ്ങളുടെ ആ വരുമാനം സംരക്ഷിക്കണമെന്നുള്ള കാര്യം എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വേണ്ടത്ര ഒരു പഠനവും നടത്തിയിട്ടില്ല, വേണ്ടത്ര ഒരു ഗവേഷണവും നടത്തിയിട്ടില്ല. നോട്ട് നിരോധനത്തിന് പറഞ്ഞതുപോലെ പെട്ടെന്നൊരു പ്രഖ്യാപനം. 22,08,000 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിലാകെ നികുതിയായി പിരിച്ചത്, കേന്ദ്രവും സംസ്ഥാനവും. അതിനകത്ത് 70% സംസ്ഥാനങ്ങളുടെ ചെലവിലേക്ക് പോകുന്നത് GST ആണ്. വയനാടിന്റെ മേൽവിലാസം, വേറെ പല വരുമാനമുണ്ട്. 2 ലക്ഷം കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്നുള്ള ഡിവിഡന്റ് മാത്രം ഒരു വർഷം കിട്ടും. അങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് ഈ പണം വലിയ പ്രശ്നമല്ല. അവരുടെ ആകെ ചെലവിൽ 20-25 ഒറ്റപ്പെട്ടു പോകുന്ന വയനാടിന് തുറന്ന ഒരു പാത, അതാണ് ഇപ്പോൾ ഈ തുരങ്കപാതയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്.